ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന പാഠം ഏതാ? മഴവില്ലാണോ നിന്നമ്മ. നമുക്ക് എല്ലാവർക്കും കവിത ഇഷ്ടായ? ചൊല്ലി പഠിച്ച? എഴുതി പഠിച്ചു അല്ലേ? നല്ല കുട്ടികളാണെന്ന് മാമിനെ അറിയാം. നമ്മളിപ്പോ ഏത് കവിതയാന്ന് പറഞ്ഞത്? മഴവില്ലാണോ നിന്നമ്മ. ആ കവിത എഴുതിയതാരാ? ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പ് എഴുതിയ മഴവില്ലാണോ നിന്നമ്മ എന്ന് പറയുന്ന കവിതയിലെ 8 വരി മേം പഠിപ്പിച്ചു ഇല്ലേ? അതിലെ ആദ്യത്തെ 4 വരി നിങ്ങൾക്ക് എഴുതി പഠിക്കാനുള്ളതാണ്. ബാക്കിയുള്ള വരികളെല്ലാം ചൊല്ലിപ്പഠിക്കാനായിട്ടുള്ളതാണ്. ആ കവിത മാം ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾക്ക് ചൊല്ലിത്തരാം കേട്ടോ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കുക. മാം പാടുമ്പോൾ ഒപ്പം ചൊല്ലണം. ശ്രദ്ധയോടുകൂടി ഇരിക്കണം കേട്ടോ. പൂവുകൾ തെണ്ടും പൂമ്പാറ്റ, പൂമ്പൊടി പൂശും പൂമ്പാറ്റ, പൂന്തേനുണ്ണും പൂമ്പാറ്റ, പൂവിൽ മയങ്ങും പൂമ്പാറ്റ. എന്താണ് പറയുന്നത്? പൂവുകൾ തെണ്ടും പൂമ്പാറ്റ. പൂക്കൾ തോറും തേൻ അന്വേഷിച്ച് ആര് നടക്കുകയാണ്? പൂമ്പാറ്റ നടക്കുകയാണ്. പൂമ്പൊടി പൂശും പൂമ്പാറ്റ. മേലെ പൂവിൽ ചെന്നിരിക്കുമ്പോൾ പൂവിൽ നിന്ന് വെളുത്ത പൊടി ആരുടെ മേലെ പറ്റും? നമ്മുടെ പൂമ്പാറ്റയുടെ മേലെ പറ്റും. പൂന്തേൻ ഉണ്ണും പൂമ്പാറ്റ. എന്താണ് പൂമ്പാറ്റ കഴിക്കുന്നത്? പൂന്തേൻ, പൂവിലെ തേൻ. പൂവിൽ മയങ്ങും പൂമ്പാറ്റ. തേനൊക്കെ കുടിച്ച് നമ്മുടെ പൂമ്പാറ്റ പൂവിൽ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോകും. എന്തു വെളിച്ചം പൂമ്പാറ്റേ, എന്തു തെളിച്ചം പൂമ്പാറ്റേ, മുങ്ങാം പൊങ്ങാം കുളിർനിഴലിൽ, നീന്താം അറിയാം പൊൻവെയിലിൽ. പിന്നെ എന്തൊക്കെ കാര്യം പറഞ്ഞു? എന്തു വെളിച്ചം പൂമ്പാറ്റ. ഇവിടെയൊക്കെ എന്തു വെളിച്ചാണെന്ന്. എന്ത് തെളിച്ചം പൂമ്പാറ്റേ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുങ്ങാം പൊങ്ങാം. എവിടെയാ? കുളിർനിഴലിൽ. തണുപ്പുള്ള നിഴലിൽ നമുക്ക് എന്ത് ചെയ്യാം? മുങ്ങിയിരിക്കാം, പൊങ്ങാം. നീന്താം അറിയാം പൊൻവെയിലിൽ. പൊൻവെയിലിൽ, നല്ല വെയിലത്ത്, പൊന്നുപോലെയുള്ള വെയിലിൽ നമുക്ക് എന്ത് ചെയ്യാം? നീന്താം, നമുക്ക് മറിയാം. ഇത്ര വരെയായിരുന്നു മാം നിങ്ങൾക്ക് പഠിപ്പിച്ചെന്ന്. ഇനി അടുത്ത വരികളൊന്ന് ശ്രദ്ധിക്കൂ. ഒന്നു തൊടട്ടെ നിൻ ചിറകിൽ, നിന്നു തരുമോ നീ അരികിൽ, മഴവില്ലാണോ നിന്നമ്മ, തരുമോ നീ ഒരു കുഞ്ഞുമ്മ. എന്താ പറഞ്ഞത്? ഒന്നു തൊടട്ടെ നിൻ ചിറകിൽ. നിന്റെ ചിറകിൽ. പൂമ്പാറ്റയോട് കുട്ടി ചോദിക്കുകയാണ്, നിന്റെ ചിറകിൽ ഞാനൊന്ന് തൊടട്ടെ. ഒന്നു തൊടട്ടെ നിൻ ചിറകിൽ. നിന്റെ ചിറകിൽ ഞാനൊന്ന് തൊടട്ടെ. നിന്ന് തരാമോ നീ അരികിൽ. നീ എന്റെ അരികിലെ ഒന്ന് നിന്ന് തരുമോ? അപ്പൊ പൂവിന്റെ അടുത്ത് പൂമ്പാറ്റ വന്നിരിക്കുമ്പോ കുട്ടിക്ക് തൊടണമെന്നുണ്ട്. തൊടാനായി നോക്കുമ്പോഴേക്കും പൂമ്പാറ്റ പറന്നു പോകുകയാണ്. അപ്പൊ നീ എന്ത് ചെയ്യണം? നിന്ന് തരുമോ? പൂവിൽ നിന്ന് പോകാതെ അവിടെ തന്നെ നിന്ന് തരുമോ? നീ അരികിൽ, നീ എന്റെ അരികിൽ എന്നെ നിൽക്കുമോ? മഴവില്ലാണോ നിന്നമ്മ. മഴവില്ലാണോ നിന്റെ അമ്മ. കുട്ടിയുടെ സംശയമാണ്. നീ ആകാശത്തേക്ക് പറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് മഴവില്ലാണോ നിന്റെ അമ്മ, തരുമോ നീ ഒരു കുഞ്ഞുമ്മ. നീ എനിക്കൊരു കുഞ്ഞുമ്മ, ചെറിയ ഉമ്മ തരുമോ? അപ്പൊ കുട്ടി പൂമ്പാറ്റയോട് ചോദിക്കുന്നത് എന്താണ്? നീ ഒരു കുഞ്ഞുമ്മ, ചെറിയൊരു ഉമ്മ എനിക്ക് തരുമോ? ഞാൻ നിന്നെ ഒന്ന് തൊടട്ടെ. നീയെ പറന്നു പോകരുത്, അവിടെ തന്നെ ഇരിക്കണം. ഓക്കെ, അർത്ഥം മനസ്സിലായി ഇല്ലേ? മാം ഒന്നുകൂടി പറഞ്ഞു തരാം. ഒന്നു തൊടട്ടെ നിൻ ചിറകിൽ. നിന്റെ ചിറകിൽ ഞാനൊന്ന് തൊടട്ടെ. നിന്ന് തരുമോ നീ അരികിൽ. നിന്റെ അരികിൽ, നീ അരികിൽ എന്ത് ചെയ്യണം? നിന്ന് തരുമോ? മാറാതെ അവിടെ തന്നെ നിക്കണം. മഴവില്ലാണോ നിന്നമ്മ. നിന്റെ അമ്മ മഴവില്ലാണോ? കുട്ടിക്ക് സംശയമാണ്. തരുമോ നീ ഒരു കുഞ്ഞുമ്മ. നീ എനിക്കൊരു ചെറിയ ഉമ്മ തരുമോ? അപ്പൊ ഈ വരികളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് മാം വിചാരിക്കുന്നു. പല പ്രാവശ്യം, ഒരു 5 പ്രാവശ്യമെങ്കിലും ഈ പദ്യഭാഗം നിങ്ങൾ വായിക്കണം. ആദ്യത്തെ 4 വരി 5 ടൈംസ് എഴുതി പഠിക്കണം. റഫ് ബുക്കിൽ എഴുതി പഠിക്കണം. മാം തരുന്ന നോട്ട്സ് എഴുതിയെടുക്കണം. യൂട്യൂബ് വീഡിയോ കാണണം. ടെസ്റ്റ് പേപ്പർ മലയാളം നോട്ട് ബുക്കിന്റെ ബാക്കിൽ എഴുതി വെക്കണം. ഇനി അടുത്ത ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.